ലാലേട്ടൻ റെസിപ്പി നോക്കിയതാ. ലാലേട്ടൻ റെസിപ്പിയോ? നമുക്ക് ട്രൈ ചെയ്താലോ? സെറ്റ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ലാലേട്ടൻ്റെ റെസിപ്പി തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായത് ചുവന്നുള്ളി, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണങ്ങിയതാണ്, ആരും കളിയാക്കരുത്, ഉള്ളത് ഓണം പോലെ. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത്. തേങ്ങ വെച്ചാൽ ചുട്ടതാണ്, ചുട്ട തേങ്ങാക്കൊത്ത്. പിന്നെ അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിടാം. അതിനുശേഷം ഇതെല്ലാം കൂടി ചതച്ചിട്ട് അത് നല്ലോണം തൂമിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് അധികം മസാല ഒന്നും വേണ്ട. പെരുംജീരകത്തിൻ്റെ പൊടി, കറി മസാലയുടെ പൊടി, ലാലേട്ടൻ്റെ റെസിപ്പി ആയ കാരണം കൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാനൊക്കെ. പിന്നെ കുറച്ച് വേപ്പില, ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചെടുക്കുക. പച്ചമണം ഒന്ന് മാറണം, അതുവരെ ചില്ലി ഫ്ലേക്സാണ് ഇട്ടിരിക്കുന്നത്, അതും നല്ലോണം. പിന്നെ ചുട്ട തേങ്ങ ഒന്ന് ചതച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിട്ട് അതിൽ തന്നെ ചതച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് നല്ലോണം മൂത്തതിന് ശേഷം ചിക്കൻ, ചെറിയ പീസാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. അധികം വെള്ളമൊന്നും വേണ്ട. ചിക്കൻ കഴുകിയത് വാർത്ത് വെച്ചിട്ട് അതിൽ കണ്ണി ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലോണം മിക്സാക്കി അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണേ. പിന്നെ അതിലിങ്ങനെ കുറച്ച് വെള്ളം വരും, ആ ചിക്കനിലെ കുറച്ച് വെള്ളം, അതും വറ്റിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം കൂടി നല്ലോണം വറ്റിച്ചെടുക്കണം കേട്ടോ. അത് വറ്റിച്ചെടുക്കുന്നവരെ അതിൻ്റെ ഒരു വേവ്. അപ്പം ഇങ്ങനെ നല്ല മണം വരും, അപാര ടേസ്റ്റാണ് കേട്ടത്. ലാലേട്ടൻ്റെ റെസിപ്പി ആയതുകൊണ്ട് പറയല്ല.